നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന അഞ്ചാമത്തെ ട്രെയിനായ ത്രിപുരയിലെ അഗർത്തലയിൽ നിന്നും കർണാടകയിലെ ബംഗളൂരുവിലേക്ക് പോകുന്ന ഹംസഫർ എക്സ്പ്രസിന്റെ മൂന്നാമത്തെ ഭാഗമാണ്. ഈ ട്രെയിനിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസം കൂടിയാണ്. ട്രെയിൻ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തേക്ക് എത്തിയിരിക്കുകയാണ്. വിശാഖപട്ടണത്ത് ട്രെയിൻ എത്തിയത് ഒരുപാട് ഡിലേറ്റ് ആണ്. ഇപ്പൊ പുലർച്ചെ 5:17 ഇവിടെ 1:30 ട്രെയിൻ എത്തേണ്ടത്. ഇപ്പോൾ നിലവിൽ 3 മണിക്കൂർ 46 മിനിറ്റ് ആണ് ട്രെയിൻ ഡിലേറ്റ് ഉള്ളത്. നമ്മൾ യാത്ര ചെയ്യുന്ന തേർഡ് AC-യിലെ B16 കോച്ച് ഇതാണ്. ട്രെയിൻ നമ്പറൊക്കെ വരുന്നത് ഇതാണ്. അഗർത്തലയിൽ നിന്ന് SMVT ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ 12504. അതോടൊപ്പം തന്നെ വിശാഖപട്ടണത്ത് നിന്ന് നമ്മുടെ ട്രെയിന് ലോക്കോ റിവേഴ്സിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പം നിലവിൽ ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന ട്രെയിനുകൾക്കെല്ലാം ലോക്കോ റിവേഴ്സലിന്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ലോക്കോമോട്ടീവ് ഒക്കെ പ്ലാറ്റ്ഫോമിന്റെ പുറത്തേക്കാണുള്ളത്. വിജയവാഡ ഭാഗത്തെത്തുമ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് കാണാം. ഇവിടെ മറ്റൊരു ട്രെയിനിന്റെ ലോക്കോ കപ്ലിംഗ് ആണ് ഈ കാണുന്നത്. ഹംസഫർ എക്സ്പ്രസിന്റെ ആ ഒരു ബോർഡൊക്കെ ഇവിടെ കാണാം. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വന്നത്. രാവിലെ 2 ചായ വാങ്ങി കുടിക്കാം. കാപ്പി മതി. നമ്മുടെ വണ്ടി വന്നതിന് ശേഷം വന്ന മറ്റൊരു വണ്ടിയാണിത്. ഷാലിമാർ സിക്കന്ദരാബാദ് വീക്കിലി എക്സ്പ്രസ്. അതിവിടുന്ന് ലോക്കോ റിവേഴ്സിലും കഴിഞ്ഞു പോയി. നമ്മുടെ വണ്ടി എന്നിട്ടും എടുത്തിട്ടില്ല. 4 മണിക്കൂറിന് മുകളിലായി ഇപ്പൊ തന്നെ ഡിലേ. ഇനി എന്തായാലും ഈ ട്രെയിൻ പോയി ഒരു 10 മിനിറ്റ് കഴിയാതെ എന്തായാലും ഇത് എടുക്കില്ല. ഡിലേ കൂടിക്കൂടി വരികയാണ്. ഇരുട്ടുണ്ടാകുമ്പോഴാണ് ഇവിടെ എത്തിയത്. ഇപ്പൊ നല്ല വെളിച്ചം വന്നു. അതായത് നേരെയൊക്കെ പുലർന്നു. ഇപ്പൊ 6:30. ട്രെയിൻ ഇപ്പോൾ 5 മണിക്കൂറായി ഡിലേ. നമ്മളിവിടെ വന്നതിന് ശേഷം ഇപ്പോൾ 3 ട്രെയിനുകളാണ് ഇവിടുന്ന് കടന്നുപോയത്. എന്നിട്ടും ഈ ട്രെയിൻ സിഗ്നൽ കിട്ടിയിട്ടില്ല. അതായത് ആ ഒരു ഷാലിമാർ സെക്കന്ദരാബാദ് AC വണ്ടി കൂടെ കയറി പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ അതുപോലെ ഉണ്ടല്ലോ വിശാഖപട്ടണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുന്ന് എപ്പോൾ അത് പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ നേരത്തെ വിശാഖപട്ടണത്തിൽ വന്ന സമയത്തുണ്ടല്ലോ അടിപൊളിയായിട്ടൊരു സ്ഥലമാണ് ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്തത്. കാരണം ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ പുറത്തിറങ്ങിയാൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിന്നാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സിറ്റി ബസ്സുകൾ കിട്ടും. ഇവിടത്തേക്ക് നമ്മുടെ RK ബീച്ചിലേക്ക്, രാമകൃഷ്ണ ബീച്ച്, അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല വൈബ് സ്ഥലമാണ്. 5 മണിക്കൂർ 10 മിനിറ്റ് ഡിലേ ചെയ്താ നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് എടുത്തു. ഒരു 1.5 ഡിലേ ആയി. ഇവിടെ ആകെ 8 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ദുവാഡയാണ്. 6:42 ഇവിടുന്നൊക്കെ എപ്പോഴും എടുക്കേണ്ട ട്രെയിനാ. വെറുതെ ഡിലേ ആവുക. നല്ല 2 ഫ്രെയിം, ഒന്ന് ഡീസലും മറ്റൊന്ന് ഇലക്ട്രിക്കും. ഇന്ന് രാവിലെ വരെ ഏറ്റവും പുറകിലായിരുന്നു ഉണ്ടായത്. ഇവിടുന്ന് ലോക്കോ റിവേഴ്സിലായല്ലോ, അപ്പോൾ ഏറ്റവും മുന്നിലായിപ്പോൾ. വിശാഖപട്ടണം ഇലക്ട്രിക് ലോക്കോ ഷെഡാണ് ഇവിടെ. ലോക്കോമോട്ടീവുകളുടെ ഒരു പരമ്പര തന്നെ ഇവിടെയുണ്ട്. WAP7 എത്ര ഉണ്ടെന്ന് നോക്കിയേ. അതിൻ്റെ ഇടയിൽ ഒരു WAP4 ഒക്കെ ഉണ്ട്. അതിൻ്റെ പുറകിൽ വലിയൊരു മലനിരയാണ്. ട്രെയിൻ ഇപ്പോൾ ദുവാഡ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ 2 മിനിറ്റ് ആണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. വിശാഖപട്ടണത്തേക്ക് ഈ ട്രെയിൻ പോകുന്നത് കൊണ്ടാണ് ലോക്കോ റിവേഴ്സലിന്റെ ആവശ്യം വരുന്നത്. അതായത് എറണാകുളത്ത് നിന്ന് ടാറ്റാനഗറിലേക്ക് പോകുന്ന എക്സ്പ്രസ് ഇല്ലേ, അത് ഇവിടെ ദുവാഡയിൽ നിന്ന് നേരെ വിജയനഗരം ഭാഗത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ലോക്കോ റിവേഴ്സലിന്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വിജയവാഡയാണ്. 332 കിലോമീറ്ററാണ് നോൺ സ്റ്റോപ്പ് ആയിട്ട് പോകുന്നത്. അതിനിടയിലാണ് സമ്മൽകോട്ടും രാജമുണ്ട്രിക്ക് വരുന്നത്. അവിടെ ചില സമയത്ത് ഈ വണ്ടി ലേറ്റ് ആയതുകൊണ്ട് നിർത്താൻ ഒരു ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ രാജമുണ്ട്രി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഗോദാവരി നദിയുടെ മേലെ കൂടെയാണ് നമ്മുടെ വണ്ടി പോകുന്നത്. അതായത് റെയിൽ കം റോഡ് ബ്രിഡ്ജ്. MGR ചെന്നൈ സെൻട്രൽ ഹൗഡ മെയിൽ.
ട്രെയിൻ ഇപ്പോൾ 130 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജമുണ്ട്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 100 കിലോമീറ്ററിന്റെ അടുത്ത് ദൂരമുണ്ട്. ആ സ്റ്റേഷനിൽ നിർത്തുമോ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ സ്റ്റേഷൻ തന്നെ നമുക്ക് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ വാങ്ങാമല്ലോ. സമൽകോട്ടോ രാജമുണ്ട്രിയിലോ നിർത്തിയാൽ മതിയായിരുന്നു. ഇതൊരു സ്റ്റേഷൻ എത്തി തോന്നുന്നു. ഇതേപോലെ പോയാൽ പെട്ടെന്ന് എത്തും. സ്റ്റേഷൻ തന്നെയാണ്. അവിടെ ഒരു ട്രെയിൻ ഉള്ളത് കാണാം. ട്രെയിൻ ഇപ്പോൾ സമൽകോട്ട് ജംഗ്ഷനിലേക്ക് ഇതാ എത്തി. അവിടെ എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് ഉണ്ട്. ഞങ്ങൾ നോർത്ത് ഈസ്റ്റ് യാത്ര തുടങ്ങിയത് ആ ട്രെയിനിൽ നിന്നാണ്. ഞാനിവിടെ നിർത്തുമെന്ന് വിചാരിച്ചു, കാരണം നിർത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങിക്കായിരുന്നു. ആലപ്പുഴ ധൻബാദ് ഇതിന്ന് ലേറ്റാണ്. രാജമുണ്ട്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ നിർത്തുമോ നോക്കാം. പോക്ക് കണ്ടിട്ട് നിർത്തുന്നാ തോന്നുന്നത്. ഇവിടുന്ന് ഒരു ട്രെയിൻ എടുത്തിട്ടുണ്ട് മുന്നിലോട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി എടുക്കൂല, നമ്മുടെ വണ്ടി ഇവിടെ നിർത്തും. ആ ട്രെയിൻ പോകുന്ന കാണുന്നില്ലേ? ഷാലിമാർ സിക്കന്ദരാബാദ് എക്സ്പ്രസ് ആണത്. ഈസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്. അതിനി പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ വണ്ടി എടുക്കുള്ളൂ. രാജമണ്ട്രി ഇവിടെ പുറത്ത് തന്നെ ഫുഡുകളൊക്കെ വെക്കുന്നത് കാണാം. ബിരിയാണി ഉണ്ട്, റൈസ് ഉണ്ട്. ഞങ്ങളെന്തായാലും ഇഡ്ഡലിയാണ് രാവിലെ നോക്കുന്നത്. ഇവിടെ ഉണ്ടോ നോക്കാം. അങ്ങനെ 2 പാക്കറ്റ് ഇഡ്ഡലി ഇവിടെ വാങ്ങി. ഒരു സെറ്റിന് 50 രൂപയാണ്. രാജമണ്ഡ്രി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞല്ലോ. ഈ റെയിൽവേ സ്റ്റേഷന്റെ പേര് ഇപ്പോഴും അങ്ങനെ രാജമണ്ഡ്രി തന്നെയാണ്. പക്ഷേ ഈ ഒരു സ്ഥലമില്ലേ, ഒരു സിറ്റിയുടെ പേര് നേരത്തെ തന്നെ റീനെയിം ചെയ്തിട്ടുണ്ട്. രാജമണ്ഡ്രി എന്ന് ഇപ്പൊ അറിയപ്പെടുന്നത് രാജമഹേന്ദ്രവാരം എന്നാണ്. നമ്മളിപ്പോൾ എടുത്തു നോക്കുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ കാണാൻ വേണ്ടി കഴിയും. ഇത് കഴിഞ്ഞ ഉടനെ കൊവ്വൂർ ബ്രിഡ്ജ് വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ കൊവ്വൂർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഗോദാവരിക്ക് കുറുകെയുള്ള ഒരു പാലമാണ്. ഇത് സാധാരണ ഒരു പാലമല്ല, റെയിൽ കം റോഡ് ബ്രിഡ്ജാണ്. അതായത് നമ്മളിപ്പോൾ വിശാഖപട്ടണത്തിൽ നിന്ന് വിജയവാഡ ഡയറക്ഷനാണ് പോകുന്നത്. ആ ഒരു ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് ഈ റെയിൽ കം റോഡ് ബ്രിഡ്ജ് വഴി പോകാൻ പറ്റുള്ളൂ. നേരെ മുറിച്ചിട്ട് വിജയവാഡയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്നതാണെങ്കിൽ അത് റെയിൽ കം റോഡ് ബ്രിഡ്ജ് ഒന്നുമില്ല. അത് സാധാരണഗതിയിൽ ഒരു പാലം മാത്രമേ ഉള്ളൂ. ഈ ഒരു ബ്രിഡ്ജിന് 4.1, അതായത് 4 കിലോമീറ്ററിന് മുകളിലാണ് എന്താ പറയാ നീളം വരുന്നത്. ഗോദാവരി നദിക്ക് കുറുകെയുള്ള റോഡ് കം റെയിൽ ബ്രിഡ്ജ് ഇവിടെ മുതൽ ആരംഭിക്കുകയാണ്. 4.1 കിലോമീറ്റർ ആണ് ഇതിന്റെ ആകെ നീളം. റോഡ് മുകൾ ഭാഗം വഴിയും ട്രെയിൻ താഴെ വഴിയുമാണ്.
മുതലാണ് തുടങ്ങുന്നത്. അതിലൂടെയാണ് രാജമുദ്ര സൈഡിലേക്കുള്ള ട്രാക്ക്. ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. അതിലൂടെ ഒരു ഗൂഡ്സ് ട്രെയിൻ പോകുന്നുണ്ട്. വളരെ ദൂരത്താണല്ലോ. റിവർ കഴിയാനേ ഇതിലൂടെ ബോട്ടൊക്കെ പോകുന്നതാണ്. ഒരുപാട് ബോട്ടുകളൊക്കെ നിർത്തിയിരിക്കുന്നത് കാണാം. റോഡ് നേരെ ഇനി അതുവഴി പോകും. ഒരുപാട് ദിവസമായി ഇപ്പൊ രാവിലെ ഇഡ്ഡലി കഴിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഒരു ഇഡ്ഡലി പാക്കറ്റ് വാങ്ങിച്ചത്. അല്ലെങ്കിൽ അവിടെ റൈസ് ഉണ്ടായിരുന്നു, നേരത്തെ കാണിച്ചില്ല, റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. ഈ ട്രെയിനിലത്തെ ആൾക്കാരൊക്കെ അവിടെ തന്നെയാണ് ഭക്ഷണം ഏറെക്കുറെ രാവിലത്തെ വാങ്ങിച്ചത്. എല്ലാവരും റൈസാണ് വാങ്ങിച്ചത്. 2 ഇഡലിയും 2 വടയും ചട്നിയാണ് ഇതിന്റെ അകത്തുള്ളത്. വിജയവാഡ ലിംഗംപള്ളി ഇന്റർസിറ്റിയാണിത്. വിജയവാഡയിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷൻ കാണാം. ഇനി ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് പോവുക എന്നതാണ് നോക്കേണ്ടത്. ഇവിടെ രാവിലെ എത്തേണ്ട വണ്ടിയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഫ്രൂട്ട്സുകളും ഫുഡൊക്കെ ഉണ്ടാവും. ഇവിടെ തന്നെ പഴമൊക്കെ കാണാം. ഉച്ചക്കെല്ലാം കഴിക്കാനുള്ള ഫുഡൊക്കെ ഇവിടെ തന്നെ ഇനി വാങ്ങിക്കാം. 4 ഭാഷകളിലാണ് ഇവിടെ ഉള്ളത്. തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു. ഇതാണ് ലോക്കോമോട്ടീവ്. ഇത് കുറച്ച് ചളി പിടിച്ച ലോക്കോമോട്ടീവ് ആണ്. ഹുബ്ബള്ളി ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WP7 ആണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡ് കോർട്ടിലേക്ക് പോവാം. അവിടുന്ന് ഭക്ഷണം വാങ്ങിച്ച് കയറാം.
10 മിനിറ്റാണ് ഇവിടെ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. വിജയവാഡയിലാകെ 10 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഞങ്ങൾ ഇവിടുന്ന് തന്നെ വാങ്ങിച്ചു. അതുപോലെ ഉണ്ടല്ലോ, നേരത്തെ ദുവാട കഴിഞ്ഞ ശേഷം അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഇവിടെയാണല്ലോ. അതിനിടയിൽ രാജമണ്ഡലിലൊക്കെ നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത സ്റ്റോപ്പ് പറഞ്ഞാൽ അതിനേക്കാളും നോൺ സ്റ്റോപ്പാണ്. അതായത് തമിഴ്നാട്ടിലെ ചെന്നൈക്ക് അടുത്തുള്ള പെരാമ്പൂർ മാത്രമേ അടുത്ത സ്റ്റോപ്പ് ഉള്ളൂ. മിക്കവാറും രാത്രിയാവും. 431 കിലോമീറ്റർ ആണ് നോൺ സ്റ്റോപ്പ്. അതിനിടയിൽ എനിക്ക് തോന്നുന്നു ക്രൂസ് ചേഞ്ചിന് കൂടുതലൊക്കെ നിർത്തുമായിരിക്കും അല്ലേ? നിർത്തുമായിരിക്കും. പിന്നെ ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇന്ത്യയിലത്തെ പ്രധാനപ്പെട്ട നദികളിൽ ഒന്നായ കൃഷ്ണ നമ്മൾ ക്രോസ് ചെയ്യും. ഇവിടെ ഈ സമയത്ത് ട്രെയിനുകൾ വളരെയധികം കുറവാണ്. പിന്നെ ഇവിടുന്ന് തന്നെ വാട്ടറിംഗ് ഒക്കെ കാണാം. ഈ ഭാഗമൊക്കെ നല്ല വൃത്തിയാണ്. റെയിൽവേ സ്റ്റേഷന്റെ ഒരു വൃത്തിയില്ലായ്മയും നമുക്ക് തോന്നിയിട്ടില്ല. എല്ലായിടത്തും നല്ല ക്ലീൻ തന്നെയാണ്. ഇവിടുന്ന് ഏകദേശം ട്രെയിൻ എടുക്കേണ്ട സമയമായി. സൗത്ത് സെൻട്രൽ റെയിൽവേ സോണിന്റെ കീഴിലാണ് വിജയവാഡയൊക്കെ. സ്റ്റേഷനിൽ കുറച്ച് പോയ ഉടനെ തന്നെയായി കൃഷ്ണ റിവർ. ഞങ്ങൾക്ക് ഈ വിജയവാഡയായിട്ട് കുറച്ചൊരു വലിയൊരു ബന്ധമുണ്ട്. എന്താ അറിയോ, ഞങ്ങൾ ഒരു നോർത്ത് ഈസ്റ്റ് യാത്ര പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഡയറക്റ്റ് ട്രെയിൻ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. അപ്പം മുഴുവനും കണക്ട് ചെയ്തിട്ടാണ് വന്നത്. ആദ്യം ഗുവാഹട്ടി നേരെ, പിന്നെ ഇവിടെ ഹൗഡ വന്നു, ഹൗഡയിൽ നേരെ ഭുവനേശ്വർ വന്നു, ഭുവനേശ്വർ നേരെ വിജയവാഡ, അങ്ങനെ കയറിയാണ് വന്നത്. വിജയവാഡയിൽ ഞങ്ങൾ എത്തി. വിജയവാഡയിൽ നിന്ന് മറ്റൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വണ്ടിയാണെങ്കിൽ 6 മണിക്കൂറിന് മുകളിലാണ് ഡിലേ ആയത്. അതായത് ഒരു രാത്രി മുഴുവനും, 6 മണിക്കൂറിനല്ല, അതിൻ്റെ മുകളിലാണ് ഡിലേ ആയത്. ഒരു രാത്രി മുഴുവനും ഉറക്കമൊഴിച്ച് ഇവിടെ കാത്തു നിന്ന ഒരു അനുഭവം ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട് ഈ വിജയവാഡ വരുമ്പോൾ. കൃഷ്ണാ നദിക്ക് കുറുകെയുള്ള വിജയവാഡയിലെ ആ പാലം 1.1 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ആകെ നീളം. പാലം ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. എതിർദിശയിൽ നിന്ന് വരുന്ന ട്രാക്ക് അതുവഴിയാണ്. വളരെ സ്ലോ ആയിട്ടാണ് ട്രെയിൻ പാലത്തിലേക്ക് കടക്കുന്നത്. കൃഷ്ണാനദിയിൽ ഈ സമയത്ത് നല്ല വെള്ളമാണ്. കുറച്ച് പേര് ഇവിടുന്ന് താഴെ നിന്ന് ചൂണ്ടയിടുന്നത് കാണാം. ഇങ്ങേർക്ക് മീൻ കിട്ടിയെന്നാ തോന്നുന്നത്. കിട്ടിപ്പോയി കിട്ടിപ്പോയി, ഇതാ കിട്ടിപ്പോയി കിട്ടിപ്പോയി. ഇതേ സമയത്ത് അതിലൂടെ ഒരു ട്രെയിൻ ഇങ്ങോട്ട് വരണമായിരുന്നു. അങ്ങ് ആ സൈഡില് 2 ട്രാക്കുകളാണുള്ളത്. നല്ല കലക്ക് വെള്ളം. നദിയുടെ ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ അവിടെ വലിയ മലനിരയാണ്. വിജയവാഡയിൽ നിന്ന് ഞങ്ങള് ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചത്. ഒരു ചിക്കൻ ബിരിയാണിക്ക് 250 രൂപയാണ് അവിടുത്തെ ഫുഡ് കോർട്ടിലായത്. അതോടൊപ്പം തന്നെ ഒരു മീഠാ ദഹി കൂടെ വാങ്ങിച്ച് ബിരിയാണീൻ്റെ കൂടെയുള്ള റൈത്തയാണിത്. ഒരു സ്പൂണും കൂടി ഉണ്ട്. ചിക്കൻ ബിരിയാണീൻ്റെ അകത്ത് മുട്ടയൊക്കെ ഉണ്ട്. അത് സംഭവം ഇത് ഇത്ര പൈസ കൂടാൻ കാരണം എന്താ പറയുക, ഫുഡ് കോർട്ടിലായതുകൊണ്ടാണ്. നോർമല് പുറത്തുനിന്നാണ് കാണിക്കുന്നുണ്ട്, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ കാണിക്കുന്നെങ്കിൽ ഇത്രയും പൈസ കിട്ടില്ല. ഇതിപ്പോൾ ടോട്ടലി 3 ചെറിയ പീസും
ഒരു മുട്ടയുണ്ട്, ബസുമതി റൈസാണ്. അപ്പോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇത്രയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരെണ്ണം തന്നെ 2 പേർക്ക് കഴിക്കേണ്ടതുണ്ട്. ബിരിയാണിക്ക് വലിയ എരിവൊന്നുമില്ല. റൈസ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബിരിയാണിന്റെ റൈസ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്, അത് ഒരു മഞ്ഞ കളറാണ്. അതായത് അതിൽ കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്തിട്ടാണ്. ഇതിനെന്തോ എരിവൊന്നുമില്ല. ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും മയക്കത്തിലായി. 3rd AC 2nd AC ആയ ഒരു കാഴ്ചയാണ്. ഇവിടെ ബെഡ്ഷീറ്റും ഉണ്ട്. ഒരു പ്രൈവസിയൊക്കെ കണ്ട ഒരുപാട് പേര് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടാ. 3rd ACയിലത്തെ ഒട്ടുമിക്ക ബർത്തിന്റെ ഒരു സൈഡ് അപ്പറിന്റെ ഭാഗത്തും ഇങ്ങനെ കാണാം. 2:40 ട്രെയിൻ ഇപ്പോൾ ഓങ്കോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ നവീകരണമാണ് സ്റ്റേഷന്റെ. ഇത്ര നേരം നല്ല പോക്കായിരുന്നു. ഇപ്പാണ് ജസ്റ്റ് ഒന്ന് നിർത്തിയത് വണ്ടി. പിന്നെ ഇവിടെയൊക്കെ സമൂസയാണെന്ന് തോന്നുന്നു, സമൂസ. ഓങ്കോളിൽ നിന്ന് പെട്ടെന്ന് തന്നെ ട്രെയിൻ എടുത്തു. ഇനി നെല്ലൂരുണ്ട്, അതുപോലെ തന്നെ ഗുഡൂരുണ്ട്. ഇതാണ് ഈ റൂട്ടിലത്തെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ. ഇനി അവിടെ ഏത് സ്റ്റേഷനിൽ നിർത്തും നമുക്ക് നോക്കാം. മേജറായിട്ട് ഗുഡൂരിൽ നിർത്തുന്നതാണ് തോന്നുന്നത്. കാരണം ഈ നോൺ സ്റ്റോപ്പ്, അതായത് ചെന്നൈ ടു വിജയവാഡ നോൺ സ്റ്റോപ്പ് വണ്ടികളൊക്കെ ഗുഡൂരിൽ നിർത്താറുണ്ട്. MGR ചെന്നൈ സെൻട്രൽ, അഹമ്മദാബാദ്, നവജീവൻ. ഇതിന്റെ തൊട്ട് പുറകെ തന്നെ ദാർദി ആബ എക്സ്പ്രസ് ഉണ്ട്, ജാർഖണ്ഡിലേക്ക് പോകുന്ന ട്രെയിൻ. അതിന്റെ പുറകെ വിവേക് എക്സ്പ്രസ്. ഒരു കൂട്ടം ആടുകളെ മേയ്ക്കാൻ പോകുന്നത് കാണാം. ഇവിടെ റെയിൽവേ ട്രാക്കിൽ ഇതാ ഒരു ലോറി. അതിൻ്റെ ആ ഒരു ടയറിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ആ ട്രാക്കിലേക്കുള്ള ആ ഒരു ഇതുള്ളത്. ട്രെയിൻ ഇപ്പം 130-ലാണ് പോകുന്നത്. ശരിക്കും ഡിലേ ഒന്നും ഇല്ലാതെ ഇതേ സ്പീഡിൽ തന്നെ പോവുകയാണെന്നുണ്ടല്ലോ നമ്മളിപ്പോൾ എവിടെ എത്തേണ്ടതായി. ആ രാവിലെയുള്ള അതേ ഡിലേ തന്നെ ഇപ്പോൾ ഉണ്ട്, ഒരു മാറ്റവും ഇല്ല. ട്രെയിൻ ഏകദേശം നെല്ലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്താനായി. ട്രെയിനിൻ്റെ സ്പീഡൊക്കെ ഓക്കെയാണ്, ആ ഡിലേ ആണ് പ്രശ്നമായത്. പെന്ന റിവർ. ബീഹാറിലേക്ക് പോകുന്ന വണ്ടിയാണ്. നെല്ലൂർ സ്റ്റേഷൻ ആണ്. ഇന്ന് യാത്ര ചെയ്യുന്ന ഈ ട്രെയിനെ പറ്റി പറയുമ്പോൾ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന 5ാമത്തെ ട്രെയിനാണെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. ആ ഒരു ലിസ്റ്റ് പറയുകയാണെങ്കിൽ 1ാമതായിട്ടുള്ളത് കന്യാകുമാരിയിൽ നിന്ന് അസാമിലെ ദിബ്രുഗഡിലേക്ക് പോകുന്ന വിവേക് എക്സ്പ്രസ് ആണ്. 2ാമതുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് സിൽച്ചാറിലേക്ക് പോകുന്ന അരോണ എക്സ്പ്രസ്. 3ാമത് കന്യാകുമാരിയിൽ നിന്ന് ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി കട്ടറിലേക്ക് പോകുന്ന ഹിമസാഗർ. 4ാമത് തിരുനെൽവേലിയിൽ നിന്ന് ശ്രീമാതാ വൈഷ്ണോദേവി കട്ടറിലേക്ക് പോകുന്ന നവയുഗ്. 5ാമതാണ് ഈ ട്രെയിൻ വരുന്നത്. അതോടൊപ്പം തന്നെ 9 സംസ്ഥാനങ്ങൾ വഴിയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത്.
ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരുപാട് കാറ്റഗറിയിലുള്ള ട്രെയിനുകളില്ലേ, വന്ദേ ഭാരത്, ശതാബ്ദി, ദുരന്തോ, രാജധാനി, അങ്ങനെ അതിൽ ഹംസഫർ കാറ്റഗറി എടുക്കുവാണെങ്കിൽ അതിൽ ഏറ്റവും ദൂരത്തിലോടുന്ന ട്രെയിൻ ഇതാണ്. ഇനി ഈ ട്രെയിനിൽ മറ്റു ചില കുറച്ച് പ്രത്യേകതകൾ കൂടിയുണ്ട്. ആദ്യമായിട്ട് തന്നെ കൃത്യനിഷ്ഠതയുടെ കാര്യം പറയുകയാണെങ്കിലല്ല, ഇത് ഒരു സമയത്ത് പോലും കൃത്യമായിട്ട് നമ്മളെ ബംഗളൂരു എസ്എംഇറ്റിൽ എത്തിയ ചരിത്രമില്ല എന്ന് പറയാം. കാരണം വെച്ചാൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നതിൻ്റെ മുമ്പെയുള്ള ആഴ്ചകളിലൊക്കെ എപ്പോഴും വണ്ടി റീഷെഡ്യൂളാണ് ചെയ്യുന്നത്. എവിടുന്ന് അകർത്തലേന്ന് എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ പുറപ്പെട്ടു. പക്ഷേ എസ്എംഇറ്റിൽ എപ്പോഴും 4 5 ഈ പറഞ്ഞ പോലെ 8 മണിക്കൂറൊക്കെ ലേറ്റായ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ആദ്യം അതൊന്ന്, പിന്നെന്ന് വെച്ചാൽ വൃത്തിൻ്റെ കാര്യം എടുത്ത് പറയുന്ന സമയത്ത് തന്നെ പല ബാത്റൂമുകളുണ്ടല്ലോ, നമുക്ക് അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ കുറ്റി ഇടാൻ വേണ്ടി പറ്റൂല. കാരണം കുറ്റി ഇല്ല എന്ന് പറയാം. പിന്നെ എങ്ങനെ അതിനകത്ത് നമ്മൾ കയറുവാന്ന് ചിന്തിച്ച് നോക്കിയാൽ. അതുകൊണ്ട് തന്നെ പല ബാത്റൂമുകളുണ്ടല്ലോ ഇവർ തുണി വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റൂല. ആകെ ഇപ്പം നമ്മുടെ ഈ ഒരു കോച്ചിലേക്ക് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അപ്പുറത്ത് 2 എണ്ണം കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർ ക്ലീനിങ് ഒന്നുമില്ല. വൃത്തി എന്ന് പറഞ്ഞാൽ വൃത്തി ഇല്ലാതെ തന്നെ പറയാം. ബാത്റൂമിൽ ഇങ്ങനെ ബ്ലോക്കും മറ്റു കാര്യങ്ങളായിട്ട് അങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു അഗർത്തലയിൽ നിന്ന് കയറുന്ന സമയത്ത് മാത്രം കുറച്ച് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കണ്ടുവന്നാണല്ലോ. പിന്നെന്ന് വെച്ചാൽ 1-ാം ദിവസം 2-ാം ദിവസം ഈ കൈകൊട്ടിയിട്ട് പൈസ പിരിക്കുന്ന ടീമുകളല്ലേ, ശല്യം കൊണ്ട് സഹിക്കാൻ ഞങ്ങൾ അനുഭവിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെന്ന് വെച്ചാൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ വൃത്തിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് തന്നെ ഈ ഒരു ഇതില്ലേ കമ്പിളിയൊക്കെ തരുന്ന സമയത്ത് തന്നെ ഇവർ വലിച്ചു വാരി ഇടുകയാണ്, വേണമെങ്കിൽ എടുത്ത് ഉപയോഗിച്ചു വന്ന രീതിയിൽ. അപ്പം ഈ നമ്മൾ സാധാരണ ട്രെയിനിൽ AC പോകുന്ന സമയത്ത് അതിനപേക്ഷിച്ച് 15 മുതൽ 20% അധികം ടിക്കറ്റ് ഫെയർ ഇനി വരുന്നുണ്ട്. കൂടുതലാണ് ചാർജ് വരുന്നത് ഹംസഫറിൽ. പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു റിസൾട്ടൊന്നും നമുക്ക് ഈ ഒരു ഹംസഫറിൽ കിട്ടുന്നില്ല. കാരണം വെച്ചാൽ 3-ാം ദിവസം ഏകദേശം എത്താനാവുന്ന സമയത്ത് എങ്ങനെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി എന്നൊക്കെ തോന്നുന്നുണ്ട്. ട്രെയിൻ ഇപ്പോൾ തമിഴ്നാട്ടിലെത്തി. പെരാമ്പൂർ റെയിൽവേ സ്റ്റേഷൻ 7:13. ഇവിടെ ഇപ്പം നല്ല മഴയാണ്. നേരത്തെ തന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു. നല്ല അനൗൺസ്മെന്റ് തമിഴ്. ഇന്ന് ചെന്നൈ ഭാഗത്തൊക്കെ നല്ല മഴയാണ്. പെരമ്പൂരിൽ എത്തിയ സമയത്ത് തന്നെ ലോക്കൽ വെഞ്ചേഴ്സ് ഒക്കെ കയറി. അതായത് എഗ് ബിരിയാണി. അറക്കോണം ഭാഗത്തേക്കുള്ള ലോക്കൽ ട്രെയിനാണിത്. ഇവിടെ ട്രെയിന് 5 മിനിറ്റോളം സ്റ്റോപ്പ് ഉണ്ട്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് കാട്ട്പാടിയിലാണ്. കുറച്ചും കൂടെ ആ ഭാഗത്തേക്ക് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മഴയാണ് ഇപ്പോൾ. അതിൽ നോക്കാം. ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്, പെരാമ്പൂർ. ഇത് ചെന്നൈ സെൻട്രലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ലോക്കോ റിവേഴ്സലിന്റെ ആവശ്യം വേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ പെരമ്പൂരിലേക്ക്. 7:19 ഇവിടെ പെരാമ്പൂർന്ന് ട്രെയിൻ എടുത്തു. ചെന്നൈയിലേക്ക് ഇറങ്ങാനുള്ളവർക്കൊക്കെ ഇവിടെ ഇറങ്ങാം. എന്തായാലും 2 മണിക്കൂറിന് മുകളിൽ വേണം കാട്ട്പാടി എത്താൻ. നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ചിലെ ടോയ്ലറ്റിന്റെ ഒരു കാര്യമാണ്. നേരത്തെ ഇതിന്റെ ഡോറുകളൊന്നും തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞില്ലേ. നമ്മൾ എത്ര ശക്തിയിൽ അങ്ങോട്ട് ഈ ഡോറ് പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ ഇതിന്റെ അകത്തേക്ക് വെക്കാൻ നോക്കിയാൽ പറ്റില്ല. കാരണം ഇതൊക്കെ ഇളകിയിട്ടാണുള്ളത്. ഒട്ടുമിക്ക കോച്ചിലെ ടോയ്ലറ്റിന്റെ അവസ്ഥ തന്നെയാണ്. എക്സ്ട്രാ ഇവിടെ വേറൊരു കൊളുത്തുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. കുറച്ച് കോച്ചുകൾ, അതായത് B12, B11 അതിന്റെയൊക്കെ ടോയ്ലറ്റ് നല്ലതാണ്, നല്ല വൃത്തിയാണ്, നല്ല കൊളുത്തൊക്കെ ഉണ്ട്. ചെന്നൈ കാട്ട്പാടി സെക്ഷൻ ആണ്. 130 ഇപ്പത്തെ പരമാവധി വേഗത. കറക്റ്റ് അതിൽ തന്നെ കീപ്പ് ചെയ്ത് പോവുകയാണ്. പുലർച്ചെ 1 മണിയായി. ബാംഗ്ലൂരിലേക്ക് അങ്ങനെ ട്രെയിൻ എത്തി. ഏറ്റവും അവസാനം ഞങ്ങൾ തന്നെയാണ് ഇറങ്ങുന്നത്. ബാംഗ്ലൂർ എത്തിയപ്പോഴത്തേക്ക് ട്രെയിനിൻ്റെ ഈ ഭാഗത്തെ കാഴ്ച ഇങ്ങനെയാണ്. കുറച്ച് വൃത്തിയൊക്കെ കുറവാണ്. കണ്ടില്ലേ ഈ ഭാഗത്തെ എല്ലാം വൃത്തിയൊക്കെ. അങ്ങനെ ഇതാ ഒരു ദീർഘയാത്രയ്ക്ക് ശേഷം ബംഗളൂരിലെത്തി. 1:02 ഇപ്പോ. സർ M വിശ്വേശ്വരായ ടെർമിനൽ ബംഗളൂരു. ഇന്നലെ രാത്രി കിടക്കുമ്പോൾ തണുപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഷർട്ട് ഇട്ടിട്ടാണ് കിടന്നത്. ലാസ്റ്റ് ഉണ്ടല്ലോ തണുപ്പ് സഹിക്കാൻ വയ്യാതെ ഇതൊക്കെ എടുത്തിട്ട്. കാരണം ഇവർ ഈ AC ഒന്നും എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, ഭയങ്കര തണുപ്പ്. അവരൊന്ന് ചെക്ക് ചെയ്യായിരുന്നു, വരുന്നില്ല. ഇത് നമ്മൾ അപ്പർ ബർത്ത് ആയതുകൊണ്ടല്ലോ മൂക്കൊക്കെ അടഞ്ഞു. മൂക്കൊക്കെ അടച്ചു. ഇത് ചെയ്യാരാ?
ഈ SMVT റെയിൽവേ സ്റ്റേഷൻ കുറച്ച് നല്ല റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ആ ഒരു ലോങ്ങസ്റ്റ് ഹംസഫർ എക്സ്പ്രസിനോട് വിട പറയാനുള്ള സമയം ആയിരിക്കുന്നു. ചൊവ്വാഴ്ച രാവിലെയാണ് അഗർത്തലയിൽ നിന്ന് ഈ ട്രെയിനിൽ കയറിയത്. ഇന്ന് വെള്ളിയാഴ്ചയായി, അതായത് അത്രയും ദിവസമാണ് ഇതിൻ്റെ അകത്തിരുന്നത്. 3554 കിലോമീറ്റർ ആണ് ആകെ സഞ്ചരിച്ച ദൂരം. ഇന്നലെ രാത്രി 8:10 ഇവിടെ എത്തേണ്ടത്. ട്രെയിൻ ശരിക്കും പറഞ്ഞാൽ 4 മണിക്കൂർ 52 മിനിറ്റ് ആണ് ഡിലേ ആയിട്ട് എത്തിയത്. ഇന്നലെ രാവിലെ ഉണ്ടായിരുന്ന ഒരു ഡിലേ തന്നെയാണ് ഇത്രയും കീപ്പ് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചത്. ഇനി ഇവിടെ ഒരു വണ്ടി കാണുന്നില്ലേ, ഇത് നമ്മുടെ എറണാകുളത്തേക്കുള്ള ഇന്റർസിറ്റിയാണ്. നമുക്കിനി അടുത്തതായിട്ട് പോകാനുള്ളത് ഈ വണ്ടിക്കാണ്. കാരണം അതിനൊരു വലിയ റീസൺ ഉണ്ട്. അതൊക്കെ എന്താണെന്ന് വഴിയേ പറയാം. കാരണം ഇപ്പം നിലവിൽ ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്ത്, അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, അല്ലെങ്കിൽ KSR ബംഗളൂരു ആയിരുന്നു. ഇതിന്ന് രാവിലെ 10:15 തന്നെ തിരിച്ച് അഗർത്തലയിലേക്കുണ്ട്. ഇപ്പം തന്നെ ഇതിൻ്റെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ പെട്ടെന്ന് തന്നെ ആക്കും. എന്നിട്ട് ഇത് രാവിലെ തന്നെ ഇവിടെ തന്നെ പുറപ്പെടും. ഇന്ത്യയിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ ചെയ്ത റെയിൽവേ സ്റ്റേഷനാണ് SMVT ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ. 1 നമ്പർ പ്ലാറ്റ്ഫോമാണിത്. AC എന്നൊക്കെ പറഞ്ഞത് ഈ ഭാഗമാണ്, ഇതിൻ്റെ ഒരു കയറി വരുന്ന ഈ ഭാഗമാണ്. 1 നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെയൊക്കെ കുഴപ്പമില്ല, നല്ല വൃത്തിയൊക്കെ ഉണ്ട്. ഇപ്പം നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഇതാണ് ആ പറഞ്ഞ ഒരു AC ഉള്ള ഭാഗം. പക്ഷെ ഇപ്പം നിലവിൽ ഇവിടെ AC ഒന്നുമില്ല, നല്ല ചൂടാണ്. ഇത്ര ആൾക്കാരാണ് ഇവിടെ കിടന്നുറങ്ങുന്നത് നോക്കിയേ. ഐ ലവ് ബംഗളൂരു. ഇപ്പൊ റെയിൽവേ സ്റ്റേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇവിടെയാണ്. ഒരു എയർപോർട്ടിന്റെ ടെർമിനൽ പോലെയാണ്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഈ സ്റ്റേഷനെ മനസ്സിലാക്കാൻ കഴിയുക. ഇവിടെ തന്നെ ഒരുപാട് ഓട്ടോയും ടാക്സിയും ഒക്കെ ഉണ്ട്. ഈ ട്രെയിനിൽ ഭൂരിഭാഗം ആൾക്കാരും SMVT തന്നെയാണ് ഇറങ്ങിയത്. കാരണം ചെന്നൈയിൽ നിന്ന് അധികം ആൾക്കാരെ ഇറങ്ങാനുണ്ടായിരുന്നില്ല. നമ്മുടെ കോച്ചിലൊക്കെ മുഴുവൻ ആൾക്കാരും ഇവിടെ തന്നെയാണ് ഇറങ്ങിയത്. നേരത്തെ ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റിനെ കണ്ടില്ലേ, അതിന്റെ കാര്യം പറയുമ്പം അഗർത്തലയിൽ നിന്ന് ഹംസഫർ ഇവിടെ ഒരിക്കലും നേരത്തെ എത്തില്ല ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോകാൻ ഒരു ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല. അൺറിസർവ്ഡിൽ കയറി പോകാൻ തന്നെയാണ് പ്ലാൻ. പിന്നെ ഈ ഇപ്പൊ ഇന്റർസിറ്റി ഇവിടുന്ന് തന്നെയാണല്ലോ പുറപ്പെടുന്നത്. അതെന്തോ വലിയ ഭാഗ്യമായി. അല്ലെങ്കിൽ പിന്നെ ഈ സമയത്ത് ഇവിടുന്ന് വണ്ടിയാക്കി KSR ബംഗളൂരു ഭാഗത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നേനെ. അഗർത്തലയിൽ നിന്ന് തുടങ്ങിയ ഒരു ദീർഘയാത്ര ഇവിടെ ബംഗളൂരു എത്തിയ സ്ഥിതിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് യാത്രയുടെ അവസാനമാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം ഇവിടുന്ന് നേരെ ഇന്റർസിറ്റി കയറി എറണാകുളത്തേക്കും. അതിന്റെ കാഴ്ചകളാണ് അടുത്ത ദിവസം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം കണ്ടുപിടുന്നതിലേക്കും ബൈ.